ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും യാക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ, 7th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന പാഠമാണ്. മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ നോക്കാം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എൻ്റെ ചാനലിലുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നത്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടല്ലേ. ഭക്തി ഈസ് ദി ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. എന്താണ് ഭക്തി മൂവ്മെൻറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഭക്തി മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ഭക്തി ഈസ് ദി ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ദി ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെൻറ്റ്. അപ്പോൾ ഭക്തി എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭക്തി. ഇനി ഇതിൽ നിന്ന് ഈ ഒരു പൂർണ്ണ സമർപ്പണത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആശയങ്ങളും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും എല്ലാം തന്നെ ഏത് പേരിൽ അറിയപ്പെടും? ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടും. എളുപ്പത്തിൽ അത് മനസ്സിലായി. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അടുത്തത് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ മിഡീവൽ പീരീഡിൽ എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ഭക്തി സൂഫി മൂവ്മെൻറ്റ്സ് പ്രധാനമായിട്ടും എമേർജ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് സൗത്ത് ഇന്ത്യയിലുള്ള. നോക്കാം. ദീസ് ഭക്തി പോയറ്റ്സ് were devotees of Vishnu known as ആൾവാർസ് ആൻഡ് devotees of ശിവ are known as നായനാർസ്. പ്രധാനമായിട്ടും ഈ ഭക്ത കവികൾ ശിവനെയും അതോടൊപ്പം തന്നെ വിഷ്ണുവിനെയുമാണ് ആരാധിച്ചിരുന്നത്. ഇതിൽ വിഷ്ണുവിനെ ആരാധിച്ചിരുന്ന നമ്മുടെ ഭക്ത കവികൾ അറിയപ്പെട്ടിരുന്ന പേര് ആൾവാർസ് എന്ന് പറയുന്ന പേരിലാണ്. ഇനി ശിവനെ ആരാധിച്ചിരുന്ന ഭക്തി പോയറ്റ്സ് അറിയപ്പെട്ടിരുന്ന പേര് ഏതാണ്? നായനാർസ് എന്ന് പറയുന്ന പേരിലാണ്. ഇനി എന്തൊക്കെയാണ് ഈ 7th സെഞ്ച്വറിയിലും 12th സെഞ്ച്വറിയിലും പ്രിവെയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ, ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എക്സാമിന് നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ കണ്ടു ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസെൽഫ് ടുവേർഡ്സ് ദി ഗോഡ് അല്ലേ. ഒരാളെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഭക്തി. രണ്ടാമതായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടു ഈ പ്രസ്ഥാനം പ്രധാനമായിട്ടും എമേർജ് ചെയ്ത് എവിടെയാണ്? സൗത്ത് ഇന്ത്യയിലാണ്. ഇനി ഈ ഭക്തി പ്രസ്ഥാനത്തിൽ തന്നെ ഭക്തി കവികളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കുറച്ചാളുകൾ ആരെ ആരാധിച്ചിരുന്നവരാണ്? വിഷ്ണുവിനെ ആരാധിച്ചിരുന്ന ആളുകളാണ്. അവരേത് പേരിൽ അറിയപ്പെട്ടു? ആൾവാർസ് എന്ന് പറയുന്ന പേരിൽ. ഇനി ശിവനെ ആരാധിച്ചിരുന്ന ആളുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? നായനാർസ് എന്ന് പറയുന്ന പേരിലും. ഇനി 7th സെഞ്ച്വറിയിലും 12th സെഞ്ച്വറിയിലും മിഡീവൽ ഇന്ത്യയിൽ പ്രിവെയിൽ അഥവാ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിന് പ്രധാനമായിട്ടും ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, സവിശേഷതകൾ. അതെന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം. ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. ഒന്നാമത്തേത് ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തിനോടുള്ള പൂർണ്ണമായിട്ടുള്ള സ്നേഹവും സമർപ്പണത്തെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഭക്തി എന്ന് പറയുന്നത്. അത് ഈ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സവിശേഷത. രണ്ടാമത്തേത് ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. എല്ലാവർക്കും ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ചേരാനായിട്ട് സാധിക്കും. ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും തന്നെ വ്യത്യാസമില്ല. മൂന്നാമത്തേത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൻ. സ്ത്രീകൾക്ക് ഇതിൽ എന്ത് ചെയ്തു? തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം നൽകി. അതുകൊണ്ട് തന്നെ വുമൻസിന് ഈ ഒരു പ്രസ്ഥാനത്തോടൊരു താല്പര്യം വന്നു. അവർക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ, തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിച്ചതുകൊണ്ട് തന്നെ. അടുത്ത ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സവിശേഷതയാണ് ഡീപ്പ് ഡിവോഷൻ ടു ദി ബിലൗഡ് ഡൈറ്റി. ഇഷ്ടദൈവത്തോടുള്ള എന്താണ്? പൂർണ്ണമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ആരാധന എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. ഇത് പ്രധാനപ്പെട്ടതാണ്. ഈ ഭക്ത കവികൾ ഡിവോഷണൽ സോങ്സ്, ഭക്തിഗാനങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് കമ്പോസ് ചെയ്തു. അവ ചെയ്തിരുന്നത് പ്രധാനമായിട്ടും വെർണാക്കുലർ ലാംഗ്വേജസിലാണ്. എന്താണ് വെർണാക്കുലർ ലാംഗ്വേജസ് എന്ന് വെച്ചാൽ? പ്രാദേശിക ഭാഷകൾ അല്ലേ. എന്നുവെച്ചാൽ അവിടെയുള്ള ലോക്കൽ പീപ്പിൾസിന്, ആ ഒരു പ്രദേശത്ത് താമസിക്കുന്ന പ്രാദേശികരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വെർണാക്കുലർ ലാംഗ്വേജസിൽ ഇത്തരത്തിലുള്ള സോങ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഹൈംസ്, കൃതികളുമൊക്കെ എഴുതിയത് കൊണ്ട് അവർക്ക് ഈ ഒരു പ്രസ്ഥാനത്തോട് താല്പര്യം വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകളെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പഠിച്ചു, വെർണാക്കുലർ ലാംഗ്വേജസിലാണ് സോങ്സ് കമ്പോസ് ചെയ്തത്. ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? സമർപ്പിക്കുന്നുണ്ട്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുകൂടാതെ സ്ത്രീകൾക്ക് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെയോ ഡീപ്പ് ഡിവോഷൻ ടു ബിലൗഡ് ഡൈറ്റി, ഇഷ്ടദൈവത്തോടുള്ള പൂർണ്ണമായിട്ടുള്ള എന്താണ്? ആരാധന. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ഇന്ത്യ നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? ഫൈൻ. ഇനി അടുത്ത് നമുക്ക് നോക്കാം.
ഈ ഭക്തി മൂവ്മെൻറ്റ് പ്രധാനമായിട്ടും എമേർജ് ഫോം ചെയ്തിട്ടുള്ളത് നമ്മുടെ തമിഴ്നാട്ടിലാണ്. സൗത്ത് ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലാണ് ഈ ഒരു പ്രസ്ഥാനം എന്ത് ചെയ്തിട്ടുള്ളത്, ആരംഭിച്ചിട്ടുള്ളത്. ഏത് പ്രസ്ഥാനം? ഭക്തി പ്രസ്ഥാനം. ഇനി ആൾവാർസും നായനാർസും, ആൾവാർസ് എന്ന് വെച്ചാൽ ആരായിരുന്നു? ദേ വർഷിപ്പിഡ് ഏത് ഡൈറ്റിയാണ് വർഷിപ്പ് ചെയ്തത്? വിഷ്ണുവിനെ ആരാധിച്ചിരുന്നവരെയാണ് ആര്? ആൾവാർസ് എന്ന് പറയുന്നത്. നായനാർസ് ആരെയാണ് ആരാധിച്ചിരുന്നത്? ശിവഭഗവാനെ, അല്ലേ? ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ദേ ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർനാക്കുലർ ലാംഗ്വേജസ് വിച്ച് ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് ഡിവോഷൻ എമംഗ് പീപ്പിൾ. ആളുകൾക്കിടയിൽ ഈ ഒരു ഭക്തി പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഡിവോഷണൽ സോങ്സ് പാടിക്കൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഇനി അടുത്ത് പറയാണ്, The composition of Bhakta poets had a great impact on the common people when evil practices and inequality were dominant. ഇപ്പം നമുക്കറിയാം, പണ്ട് കാലത്തുള്ള നമ്മുടെ സൊസൈറ്റിയിൽ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ സൊസൈറ്റികൾ, സമൂഹത്തിൽ എന്ത് ചെയ്തിരുന്നു? ഈവിൾ പ്രാക്ടീസസും ഇനീക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അസമത്വവും പ്രിവെയിൽ ചെയ്തിരുന്നു, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഈവിൾ പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയാം. സതി എന്ന് പറയുന്നത്, ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത്, ഇതൊക്കെ എന്താണ്? സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളായിരുന്നു, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഈവിൾ പ്രാക്ടീസസ് എല്ലാം പ്രിവെയിൽ ചെയ്യുമ്പോഴും, ആളുകൾക്കിടയിൽ ഇക്വാളിറ്റി പ്രിവെയിൽ ചെയ്യാതിരുന്നപ്പോഴും ആളുകളെ ഒരുപാട് രീതിയിൽ സ്വാധീനിക്കാനായിട്ട് ഏത് മൂവ്മെൻറ്റിന് സാധിച്ചു? ഭക്തി മൂവ്മെൻറ്റിന് സാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത്, ഇനി ഇവരുടെ റൈറ്റിങ്സ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ റൈറ്റിങ്സ് ഓഫ് ആൾവാർസ് കെയിം ടു ബി നോൺ ആസ് 4000 ദിവ്യപ്രബന്ധം. പഠിച്ചിരിക്കണേ, ആൾവാർസിൻ്റെ കൃതികൾ പ്രധാനമായിട്ടും അറിയപ്പെട്ടിരുന്നത് 4000 ദിവ്യപ്രബന്ധം എന്ന് പറയുന്ന പേരിലാണ്. ഇനി നമ്മുടെ നായനാർസിൻ്റെ കൃതികൾ അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? തിരുമുറൈകൾ എന്ന് പറയുന്ന പേരിലാണ്. ഏതാണ്? തിരുമുറൈകൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ആൾവാർസ് എന്ന് പറയുമ്പോൾ അവർ വിശ്വസിച്ചിരുന്ന ഏത് ദൈവത്തിലായിരുന്നു? വിഷ്ണു ഭഗവാനെയാണ്. ഇനി അതേപോലെ നായനാർസ് എന്ന് പറയുമ്പോൾ ശിവഭഗവാനെയാണ് ആരാധിച്ചിരുന്നത്. ഇനി ആൾവാർസിൻ്റെ എഴുത്തുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? 4000 ദിവ്യപ്രബന്ധം എന്നറിയപ്പെട്ടു. ഇനി നായനാർസിൻ്റെ എഴുത്തുകൾ ഏത് പേരിൽ അറിയപ്പെട്ടു? തിരുമുറൈകൾ എന്ന് പറയുന്ന പേരിലും അറിയപ്പെട്ടു. ഓക്കെ, ഇനി അടുത്ത പ്രോമിനൻറ്റ് പോയിന്റ്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവികൾ ആരെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രോമിനൻറ്റ് പോയിന്റ്സ്. ഭക്തി പ്രസ്ഥാനത്തെയാണ് നമ്മൾ രണ്ടാക്കിയത്, അല്ലേ? ഏതൊക്കെയായിരുന്നു? ആൾവാർസും നായനാർസും. ഇതിൽ വിഷ്ണുവിനെ ആരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ. ഇവർ 4 പേര് നമ്മൾ പഠിച്ചിരിക്കുക. ആരൊക്കെയാണ്? കുലശേഖര ആൾവാറുണ്ട്, പെരിയാൾവാറുണ്ട്, നമ്മാൾവാറുണ്ട്, അതേപോലെ തന്നെ ആണ്ടാളുണ്ട്. ഇനി ശിവനെ പ്രധാനമായിട്ടും ആരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട കവികൾ എന്ന് പറയുന്നതാണ് കാരയ്ക്കൽ അമ്മയാർ വരുന്നുണ്ട്, അപ്പാർ വരുന്നുണ്ട്, സമ്പന്താർ വരുന്നുണ്ട്, സുന്ദരർ വരുന്നുണ്ട്, മാണിക്യവാസകർ എന്ന് പറയുന്ന എഴുത്തുകാരും വരുന്നുണ്ട്, അല്ലേ? ഇത് പഠിക്കാനായിട്ട് എളുപ്പമാണ്. ആൾവാർസ്, അവസാനം വാർസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആൾവാർ. കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ തുടങ്ങിയിട്ടുള്ള പേരുകൾ. അപ്പോൾ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, അല്ലേ? ഇനി ശിവഭഗവാനെ ആരാധിച്ചിരുന്ന ആളുകളാണ് ആരൊക്കെ? നായനാർസ് എന്ന് പറയുന്നത്, അല്ലേ? അതിനാണ് കാരയ്ക്കൽ അമ്മയാർ, നായനാർ, അതേപോലെ അപ്പാർ, സമ്പന്താർ, സുന്ദരർ, മാണിക്യവസകർ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? നമ്മൾ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ ഇത് നമ്മുടെ മനസ്സിൽ പതിയും. കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ, ആണ്ടാൾ. ഇനി അടുത്ത കാരയ്ക്കൽ അമ്മയാർ, അപ്പാർ, സമ്പന്താർ, സുന്ദരർ, മാണിക്യവാസകർ എന്ന് പറഞ്ഞ് ആവർത്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് കണ്ടു. ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദ ഭക്തി മൂവ്മെൻറ്റ് ഗ്രാജുവലി സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഈ ഒരു ഭക്തി പ്രസ്ഥാനം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിനെ പ്രധാനമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി, അഥവാ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രചരിപ്പിച്ചിട്ടുള്ള പ്രചാരകരെക്കുറിച്ചാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ബസവണ്ണ ഫിലാന്ത്രോപ്പിസ്റ്റ് ഓഫ് കന്നഡ ദേശ. എന്താണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വെച്ചാൽ? കന്നഡ ദേശത്തിലെ മനുഷ്യസ്നേഹിയായിട്ടുള്ള ബസവണ്ണയെക്കുറിച്ചാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം. സോ അനുഭവ മണ്ഡപത്തെക്കുറിച്ചാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. ആരാണ്? ബസവണ്ണ. എന്താണ് നോക്കാം. അനുഭവ മണ്ഡപം വാസ് എ സ്പിരിച്വൽ ഫോറം ഫൗണ്ടഡ് ബൈ ബസവണ്ണ. 12ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സ്പിരിച്വൽ ഫോറം എന്ന് വെച്ചാൽ എന്താണ്? ആത്മീയ ചർച്ചാവേദിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനുഭവ മണ്ഡപം എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ അനുഭവ മണ്ഡപം എന്ന് വെച്ചാൽ അതൊരു സ്പിരിച്വൽ ഫോറമാണ്, ആത്മീയ ചർച്ചാവേദിയാണ്.
സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് ആരംഭിച്ച ആരാണ്? ബസവണ്ണയാണ്. ഏത് സെഞ്ചുറിയിലാണ്? 12th സെഞ്ചുറിയിലാണ്. ഇനി ഇത് ഏത് പേരിലാണ് ഈ ഒരു സ്പിരിച്വൽ ഫോറം അറിയപ്പെടുന്നത്? അനുഭവ മണ്ഡപം എന്ന് പറയുന്ന പേരിൽ. ഇനി ഇത്തരത്തിൽ ഒരു ചർച്ചാവേദി ഉണ്ടെങ്കിൽ അതിന് കുറച്ച് കോർഡിനേറ്റേഴ്സ് വേണം അല്ലേ? അതിന് പ്രധാനമായിട്ടും ലീഡ് ചെയ്യുന്ന ആളുകൾ. അത്തരത്തിൽ 2 ആളുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് അല്ലാമ പ്രഭു, അതേപോലെ തന്നെ അക്ക മഹാദേവി. ലെറ്റ് ദി ഡിസ്കഷൻ ഇൻ ദി അനുഭവ മണ്ഡപം. അപ്പോൾ ഈ ഒരു അനുഭവ മണ്ഡപത്തിലെ ഈ ഒരു ചർച്ചകൾക്ക്, ആത്മീയ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് അല്ലാമ പ്രഭുവും അക്ക മഹാദേവിയുമാണ്. ഇനി അടുത്ത് എവരി വൺ വാസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡിസ്കഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ജെൻഡർ. ജാതിയുടെയും അതേപോലെ തന്നെ നമ്മുടെ ജെൻഡർ എന്ന് വെച്ചാൽ ആണായാലും പെണ്ണായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായാലും ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഡിസ്കഷനിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. അവിടെ കാസ്റ്റിൻ്റെയും ജെൻഡറിൻ്റെയും ബേസിൽ ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഇവർ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന എന്താണ്? സ്പിരിച്വൽ ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇനി അതുകൂടാതെ തന്നെ റിന്യൂവൽ ഓഫ് നോളേജ്, അറിവ് പുതുക്കുന്നതിന് വേണ്ടിയിട്ടും ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഇവിടെ എത്താറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് ഇവിടുന്ന് ഇവർ എമേർജ് ചെയ്തിട്ടുള്ള ഐഡിയാസ്, ഫോം ചെയ്യുന്ന ഐഡിയാസ് പ്രധാനമായിട്ടും വചനാസ് എന്ന് പറയുന്ന പേരിലാണ് ആളുകളിലേക്ക് എത്തിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ബസവണ്ണ എവിടെയാണ് കന്നഡ ദേശത്തിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പ്രധാനമായിട്ടും 12ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അനുഭവ മണ്ഡപം എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഫോറം ആരംഭിച്ചു. അതിനെ ലീഡ് ചെയ്യാനായിട്ട് ആരൊക്കെയുണ്ട്? അല്ലാമ പ്രഭുവും അക്ക മഹാദേവിയും ഉണ്ട്. ഇനി കാസ്റ്റിൻ്റെയും ജെൻഡറിൻ്റെയും ബേസിലൊരു ഡിഫറൻസിയേഷൻ ഇവിടെ വരുന്നില്ല. ഇനി അനുഭവ മണ്ഡപത്തിൽ പ്രധാനമായിട്ട് സ്പിരിച്വൽ ഡിസ്കഷനും അതേപോലെ അറിവ് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ആളുകൾ വരുന്നത്. ഇവരുടെ ഐഡിയാസ് എല്ലാം തന്നെ വചനാസ് എന്ന് പറയുന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നത്. ക്ലിയർ ആയോ? ഫൈൻ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ലിസ്റ്റ് ഔട്ട് ദി കീ ഫീച്ചേഴ്സ് ഓഫ് ദി സോഷ്യൽ കണ്ടീഷൻ ഡ്യൂറിങ് ദിസ് പീരീഡ്. ഇപ്പോൾ ഈ ഒരു മധ്യ കാലഘട്ടത്തിലെ സാമൂഹ്യ സ്ഥിതി എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആ സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്തിരുന്ന അവരുടെ ഒരു കണ്ടീഷൻ. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ ജാതിപരമായിട്ടുള്ള എന്തുണ്ട്? വിവേചനങ്ങൾ പ്രിവെയിൽ ചെയ്തിരുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് നമ്മൾ കണ്ടത്? യെസ്, ഒരുപാട് രീതിയിലുള്ള ഈവിൾ പ്രാക്ടീസസ് പ്രിവെയിൽ ചെയ്തിരുന്നു. അതിന് എക്സാമ്പിളാണ് ഇത്. നമുക്കറിയാം ചൈൽഡ് മാരേജ് എന്നുവെച്ചാൽ ശൈശവ വിവാഹം എന്ന് പറയുന്നത്. ഇനി സതി എന്ന് പറയുന്നത് എന്താണ്? സതി എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തെ സംസ്കരിക്കുന്ന ആ ഒരു ചിതയിലേക്ക് തന്നെ ഭാര്യയും ചാടി മരിക്കുക എന്ന് പറയുന്ന ഒരു ഈവിൾ പ്രാക്ടീസ്, ഒരു ദുരാചാരം നിലനിന്നിരുന്നു അല്ലേ? അപ്പോൾ ഇതവിടെ പ്രിവെയിൽ ചെയ്തിരുന്നു. പിന്നെയോ കാസ്റ്റിൻ്റെയും അതേപോലെ റിലീജിയൻ്റെയും ബർത്ത് ജനനത്തിൻ്റെയും പിന്നെ എന്താണ്? ഒക്യുപ്പേഷൻ ചെയ്യുന്ന തൊഴിലിൻ്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ ഡിഫറൻഷിയേറ്റ് അഥവാ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം മാറ്റി നിർത്തിയിരുന്നു അല്ലേ? ഇനി നോക്കാം, ബസവണ്ണയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബസവണ്ണ വാസ് ദി ഫിലോസഫർ, സോഷ്യൽ റിഫോമർ, പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കന്നഡ ദേശ ഇൻ ദി 12th സെഞ്ചുറി. അപ്പോൾ 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ ജീവിച്ചിരുന്ന ഫിലോസഫർ എന്ന് വെച്ചാൽ എന്താണ്? തത്വചിന്തകൻ അല്ലേ? ഇനി സോഷ്യൽ റിഫോമർ, സാമൂഹ്യ പരിഷ്കർത്താവും കവിയും കൂടിയാണ് ആര്? ബസവണ്ണ. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തോട്ട് എന്ന് പറയുന്നത് he decided to make people aware of the social and religious discrimination that existed in the society and endeavored to wipe them out. ഇദ്ദേഹം തീരുമാനിച്ച് പ്രവർത്തിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ദി പീപ്പിൾ അവെയർ ഓഫ് സോഷ്യൽ ആൻഡ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ. സമൂഹത്തിലുള്ള ഏതിൻ്റെയൊക്കെ വ്യത്യാസങ്ങളാണ്? റിലീജിയസ്, മതപരമായിട്ടുള്ള വേർതിരിവുകളെക്കുറിച്ചും അതേപോലെ തന്നെ സാമൂഹികപരമായിട്ട് ആളുകളെ ഇങ്ങനെ വേർതിരിക്കുന്നതും മാറ്റി നിർത്തുന്നതും ഒക്കെ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് കൂടുതലും ജനങ്ങളെ ബോധവാന്മാരാക്കി മാറ്റുക. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുക എന്ന് പറയുന്നതായിരുന്നു ബസവണ്ണയുടെ ലക്ഷ്യം. ഇനി ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയം എന്ന് വെച്ചാൽ ഈ ഒരു സൊസൈറ്റിയിലെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ അതേപോലെ കാസ്റ്റിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷനൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം പ്രധാനമായിട്ടും ഒരു മൂവ്മെൻറ്റ്, ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. ആ പ്രസ്ഥാനം അറിയപ്പെടുന്ന പേരാണ് വീരശൈവ മൂവ്മെൻറ്റ്. ഏതാണ്? വീരശൈവ മൂവ്മെൻറ്റ്. അപ്പോൾ വീരശൈവ മൂവ്മെൻറ്റിന് ആരംഭം കുറിച്ചിട്ടുള്ളത് ആരാണ്? ബസവണ്ണയാണ്. അദ്ദേഹം ആരാണ്? ഫിലോസഫർ, സോഷ്യൽ റിഫോമർ, പോയറ്റാണ്. ഇനി അദ്ദേഹം എവിടെയാണ് ജീവിച്ചിരുന്നത്? കന്നഡ ദേശത്തിലാണ്, കർണാടകയിലാണ്. ഏത് സെഞ്ചുറിയിൽ? 12th സെഞ്ചുറിയിൽ. പഠിച്ചേ. ഇനി വാട്ട് ആർ ദി മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദി വീരശൈവ മൂവ്മെൻറ്റ്? വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് നോക്കാം. ഒന്നാമത്തേത്, ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ് ഒതൻറ്റിസിറ്റി ഓഫ് വേദാസ് വർ ക്വസ്റ്റ്യൻഡ്. ബ്രാഹ്മണിക്കൽ സുപ്രീമസി നമുക്കറിയാം. നമ്മുടെ പണ്ട് കാലത്ത് സമൂഹത്തിൽ പ്രധാനമായിട്ടും ആളുകളെ 4 വിഭാഗങ്ങളായി തിരിച്ചിരുന്നു അല്ലേ? ഒന്നാമത്തേത് ബ്രാഹ്മണാസ് ഉണ്ട്, രണ്ടാമത്തെ ക്ഷത്രിയാസ് ഉണ്ട്, മൂന്നാമത്തെ വൈശ്യാസ് ഉണ്ട്, നാലാമത്തെ ശൂദ്രാസ് ഉണ്ട്. ബ്രാഹ്മണാസ് ആയിരുന്നു
ഈ ഒരു ഇതിൽ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന ആളുകൾ അല്ലേ. ഈ ബ്രാഹ്മൺസ് ആണ് പ്രധാനമായിട്ടും ടെമ്പിൾസും കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നതും അവിടുത്തെ പൂജാ കാര്യങ്ങളും ചടങ്ങുകളും ഒക്കെ ചെയ്തിരുന്നത്. ഇവരെ താഴെ വരുന്നതാണ് ആര്? ക്ഷത്രിയാസ് എന്ന് പറയുന്നത്, യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്ന രാജാക്കന്മാർ. ഇനി അടുത്ത് ഇവരുടെയും താഴെ വരുന്നതാണ് ആര്? വൈശ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായിട്ടും കച്ചവടക്കാരാണ് അതിൽ വരുന്നത്. ഇനി ഏറ്റവും താഴെ തട്ടിലുള്ളതാണ് ശൂദ്രാസ് എന്ന് പറയുന്നത്. അവർ പ്രധാനമായിട്ടും മറ്റ് ജോലികളെല്ലാം ചെയ്തിരുന്ന ആളുകളായിരുന്നു അല്ലേ. സോ ഇതിൽ ബ്രാഹ്മണിക്കൽ സുപ്രീമസിയെ എന്ന് വെച്ചാൽ ബ്രാഹ്മിൺസിൻ്റെ ആ ഒരു മേധാവിത്വത്തെ എന്ത് ചെയ്യുക? ചോദ്യം ചെയ്യുക. ആൻഡ് ഓൾസോ ഒതൻറ്റിസിറ്റി ഓഫ് ദി വേദാസ്, വേദങ്ങളുടെയൊക്കെ തന്നെ സത്യം എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്ന വീരശൈവ മൂവ്മെൻറ്റിൻ്റേത്. രണ്ടാമത്തേത് പീപ്പിൾ വർ എഡ്യൂക്കേറ്റഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ. ആളുകളെ എല്ലാം തന്നെ എന്ത് ചെയ്തു? നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്തു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നല്ലതല്ല, ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ നല്ലതല്ല. കൂടാതെ സ്ത്രീകളെ ഇതേപോലെ തന്നെ അവരുടെ ജെൻഡറിൻ്റെ ബേസിൽ പുരുഷൻ്റെയും സ്ത്രീകളെയും ജെൻഡറിൻ്റെ ബേസിൽ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റി നിർത്താനായിട്ട് പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞു. ഇനി അടുത്തത് മൊണോത്തീസം വാസ് എൻകറേജ്ഡ്. എന്താണ് മൊണോത്തീസം എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസത്തെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തേത് കൺവീൻസ്ഡ് ദി പീപ്പിൾ അബൌട്ട് ദി ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. തൊഴിലിൻ്റെയും അതോടൊപ്പം തന്നെ അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അടുത്തതോ ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ്ഡ് മാരേജ് ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് വിഡോ റീമാരേജ്. ഇദ്ദേഹം ചെയ്ത അടുത്ത കാര്യമാണ് ഇത് ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹത്തെ എതിർത്തു. അതുകൂടാതെ തന്നെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? കല്യാണത്തെ പ്രോത്സാഹിപ്പിച്ചു. എപ്പോൾ? പ്രായപൂർത്തി ആയതിനു ശേഷമുള്ളത്, പ്യൂബർട്ടി എത്തിയതിന് ശേഷമുള്ളത്. ഇനി അടുത്ത വിഡോ റീമാരേജ്. ഇപ്പോൾ ഭർത്താവ് മരിച്ചു പോയെങ്കിൽ സ്ത്രീകൾ എന്ത് ചെയ്യുക? അവരെ സതി എന്ന് പറയുന്ന ആചാരം അനുഷ്ഠിക്കുകയാണോ വേണ്ടത്? അല്ല, പകരം എന്ത് ചെയ്യുക? റീമാരേജ് ചെയ്യുക, പുനർവിവാഹം ചെയ്യുക എന്നുള്ള കാര്യത്തെയൊക്കെ ഇവർ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇത് ഏത് മൂവ്മെൻ്റാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? വീരശൈവ മൂവ്മെൻറ്റ്. ആരാണ് ഫോം ചെയ്തിട്ടുള്ളത്? നമ്മുടെ ബസവണ്ണ. ക്ലിയർ ആയോ? ബ്രാഹ്മണിക്കൽ സുപ്രീമസി, അതേപോലെ ഒതൻറ്റിസിറ്റി ഓഫ് വേദാസ് ക്വസ്റ്റ്യൻ ചെയ്തു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ഡിസ്ക്രിമിനേഷൻ ഓഫ് എഗെയിൻസ്റ്റ് വുമൻസിനെ ഈ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു. ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചു. അതേപോലെ വർക്കിൻ്റെ ലേബറിൻ്റെയും എന്താണ് തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം അവരെ മനസ്സിലാക്കിപ്പിച്ചു. ചൈൽഡ് മാരേജിനെയും അതേപോലെ തന്നെ പ്യൂബർട്ടി എത്തിയതിന് ശേഷമുള്ള മാരേജിനെയും വിഡോ റീമാരേജിനെയും ഒക്കെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ച് ചൈൽഡ് മാരേജിനെ ഒപ്പോസ് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. Okay, thank you.